നടൻ വിജയ് നയിച്ച TVK പാർട്ടി സംഘടിപ്പിച്ച വൻ റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും 41 പേരുടെ ജീവൻ നഷ്ടപ്പെട്ട ദുരന്തം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുകയാണ്. ദുരന്തത്തിന് പിന്നാലെ അന്വേഷണം, രാഷ്ട്രീയ ആരോപണങ്ങൾ, പാർട്ടികളിലെ പ്രതിസന്ധികൾ എന്നിവയൊക്കെയാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ പ്രമേയമായിരിക്കുന്നത്. സെപ്റ്റംബർ 27-നാണ് കരൂരിൽ വിജയുടെ പാർട്ടി വൻ റാലി സംഘടിപ്പിച്ചത്. ആയിരക്കണക്കിന് ആരാധകരും പാർട്ടി പ്രവർത്തകരും രാവിലെ തന്നെ പരിപാടി നടക്കുന്ന മൈതാനത്തേക്ക് എത്തിക്കൊണ്ടേയിരുന്നു. എന്നാൽ നിശ്ചയിച്ചതിനേക്കാൾ 6 മണിക്കൂർ വൈകിയാണ് വിജയ് വേദിയിലെത്തിയത്. അതായത് വൈകിട്ട് 7 മണിയോടെ. ഈ സമയം വരെ പാവപ്പെട്ട ജനങ്ങൾ ഒരിറ്റു വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ ആ ചൂടിൽ കാത്തുനിന്നു. വിജയ് വേദിയിലെത്തി പ്രസംഗം തുടങ്ങുന്നതിന് പിന്നാലെ തിക്കിലും തിരക്കിലും പെട്ട് ജനക്കൂട്ടത്തിൽ നിയന്ത്രണം നഷ്ടമായി. ചിലർ ബോധം കെട്ടു വീണു. ചിലർ പുറത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആളുകൾ പരസ്പരം മുകളിലേക്കും താഴേക്കും വീണു. കൂടാതെ വിജയ് ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികൾ എറിഞ്ഞുകൊടുത്തത് ഗതാഗതവും തിരക്കും കൂടുതൽ വഷളാക്കുകയും ചെയ്തു. ചിലർ വെള്ളക്കുപ്പി പിടിക്കാൻ ശ്രമിച്ചതോടെ തള്ളിക്കയറ്റം കൂടി, നിലവിളികൾ മുഴങ്ങി. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ്, ഫയർഫോഴ്സ്, പാർട്ടി പ്രവർത്തകർ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് രംഗത്തിറങ്ങി. അന്നു തന്നെ 38 പേരുടെ മരണം സ്ഥിരീകരിച്ചു. അടുത്ത ദിവസങ്ങളിൽ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന ചിലരുടെ നില വഷളായതിനെ തുടർന്ന് മരിച്ചവരുടെ എണ്ണം 41 ഉയർന്നു. ഇവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും പ്രായമായവരുമായിരുന്നു. നിരവധി പേർക്ക് പരിക്കുകളുമുണ്ടായി. ഈ സംഭവം വലിയ ഞെട്ടലോടെയാണ് പുറം ലോകം കേട്ടത്. തൊട്ടു പിന്നാലെ തന്നെ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള വിജയുടെ പെരുമാറ്റം വിവാദവുമായി. ദുരന്തം നടന്ന ഉടൻ വിജയ് പരിപാടി സ്ഥലം വിട്ട് ചെന്നൈയിലേക്ക് മടങ്ങിയത് വലിയ വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചു. നേതൃത്വം ദുരന്ത സമയത്ത് കാണാനായില്ലെന്നത് പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ ആഘാതമുണ്ടാക്കി. ഇതിനു പുറമെ TVK ജനറൽ സെക്രട്ടറി N ആനന്ദ് ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ ഒളിവിൽ പോവുകയും പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി തകരാറിലാവുകയും ചെയ്തു. പ്രശ്നം വഷളാകുമെന്ന ഘട്ടത്തിൽ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് വിജയ് സോഷ്യൽ മീഡിയയിൽ വീഡിയോ പുറത്തുവിടുന്നത് തന്നെ. എന്റെ ഹൃദയം വേദന കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ജനങ്ങൾ എന്നോടുള്ള സ്നേഹത്താലാണ് എത്തിയത്. സത്യം പുറത്തു വരും എന്നായിരുന്നു വിജയുടെ പ്രതികരണം. ഈ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ദേശീയ മക്കൾ ശക്തി കക്ഷി മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ ഹൈക്കോടതി ഹർജി അതോടെ തള്ളി. പോലീസ് അന്വേഷണം പ്രാരംഭഘട്ടത്തിലായതുകൊണ്ട് CBIക്ക് അന്വേഷണം വിടാനാകില്ലെന്നാണ് കോടതി പറഞ്ഞത്. എന്നാൽ ദുരന്തം അന്വേഷിക്കാൻ ബോളിവുഡ് നടിയും BJP MPയുമായ ഹേമ മാലിനിയുടെ നേതൃത്വത്തിൽ BJP പ്രതിനിധി സംഘം സ്ഥലത്തെത്തിയത് പുതിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തുമെത്തി. മണിപ്പൂർ കലാപം, കുംഭമേളയിലെ ദുരന്തം എന്നിവയിൽ അന്വേഷണ സംഘങ്ങളെ അയച്ചിട്ടില്ല. എന്നാൽ കരൂരിൽ ഉടൻ സംഘത്തെ അയച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് മാത്രമേ പറയാനാകൂ എന്നായിരുന്നു സ്റ്റാലിന്റെ ആരോപണം. അതായത് ഇത് അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പിനായുള്ള BJPയുടെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ദുരന്തത്തെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെന്നുമാണ് സ്റ്റാലിൻ പറഞ്ഞത്. സ്റ്റാലിന്റെ നിലപാട് വ്യക്തവും ശക്തവുമാണ് എന്ന് തന്നെ പറയാം. മണിപ്പൂർ കലാപം, ഉത്തർപ്രദേശിലെ കുംഭമേള ദുരന്തം തുടങ്ങിയ ഗൗരവമേറിയ സംഭവങ്ങളിൽ BJP അന്വേഷണം നടത്താൻ മുന്നോട്ട് വന്നിട്ടില്ല. എന്നാൽ കരൂരിൽ ഉടൻ തന്നെ പ്രതിനിധി സംഘത്തെ അയച്ചത് ദുരന്തത്തെക്കുറിച്ചുള്ള സഹതാപം കൊണ്ടല്ല, മറിച്ച് വിജയെയും TVKയും ലക്ഷ്യമിട്ട് രാഷ്ട്രീയ പോർവിളി മുഴക്കാൻ വേണ്ടിയാണ്. സ്റ്റാലിന്റെ വിമർശനം സംസ്ഥാന രാഷ്ട്രീയത്തിൽ BJPയുടെ ഇരട്ടത്താപ്പ് വെളിവാക്കുന്നതും ദുരന്തത്തെ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള ശ്രമങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ്. വിമർശനങ്ങൾ ശക്തമായതോടെ വിജയ് കരൂരിലെത്തി മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളെ കാണാനും പരിക്കേറ്റവരെ സന്ദർശിക്കാനും തീരുമാനിച്ചു. ഇതിനായി 20 അംഗ സംഘത്തിന് മുൻകൂട്ടി ഒരുക്കങ്ങൾ നടത്താനുള്ള ചുമതലയും നൽകി. പ്രധാന സംസ്ഥാന ഭാരവാഹികൾ ഒളിവിലായതിനാൽ പുതിയ സംഘത്തെയാണ് ഇതിനായി നിയോഗിച്ചത്. ഈ സന്ദർശനം വിജയുടെയും TVKയുടെയും പ്രതിച്ഛായ പുനഃസ്ഥാപിക്കാൻ സഹായിക്കുമോ എന്നത് പോകെ പോകെ കണ്ടറിയേണ്ടി വരും. 10 കുട്ടികൾ ഉൾപ്പെടെ 41 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ച കരൂർ ദുരന്തം മനുഷ്യനിർമ്മിതമാണെന്നും കോടതിക്ക് കണ്ണടയ്ക്കാനാകില്ലെന്നും ആരും നിയമത്തിന് അതീതരല്ലെന്നും തുറന്നടിച്ചിരിക്കുകയാണ് മദ്രാസ് ഹൈക്കോടതി. കുട്ടികൾ അടക്കം മരിച്ചിട്ടും വിജയ് സ്ഥലം വിട്ടെന്നും അണികളെ ഉപേക്ഷിച്ചയാൾക്ക് നേതൃഗുണം ഇല്ലെന്നും കോടതി രൂക്ഷ ഭാഷയിൽ തന്നെ വിമർശിച്ചിട്ടുണ്ട്. എന്തുതരം രാഷ്ട്രീയ പാർട്ടിയാണിത് എന്നാണ് കോടതി ചോദിച്ചതുപോലും. വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ചെന്നൈ സ്വദേശി ദിനേശ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നത്.
കരൂരിലെ ഈ ദുരന്തം വെറും ഒരു അപകടം മാത്രമല്ല, അത് തമിഴ്നാട് രാഷ്ട്രീയത്തിന്റെ കേന്ദ്ര വിഷയമായി മാറിയിരിക്കുകയാണ്. TVK പാർട്ടിയുടെ സംഘടനാ വീഴ്ചകളും നേതൃമാറ്റങ്ങളുമാണ് ഇപ്പോൾ പ്രധാന ചർച്ച തന്നെ. BJP സ്വീകരിച്ച അതിവേഗ രാഷ്ട്രീയ നീക്കങ്ങളും ഹൈക്കോടതിയുടെ പരാമർശങ്ങളും എല്ലാം കൂടി ഈ വിഷയത്തെ തെരഞ്ഞെടുപ്പിനോട് മുൻപുള്ള കൂട്ടായ്മയിലേക്കും വോട്ട് ബാങ്ക് തന്ത്രങ്ങളിലേക്കും വലിച്ചിഴയ്ക്കുകയാണ്. ഒരു വൻ ആരാധക ആകർഷണമുള്ള താരനേതാവ് രാഷ്ട്രീയ രംഗത്തിറങ്ങുമ്പോൾ ഉത്തരവാദിത്തത്തിന്റെ ഭാരം എത്രമാത്രം വലുതാണെന്ന് ഈ സംഭവം തെളിയിക്കുകയാണ്. രാഷ്ട്രീയ കക്ഷികൾ ദുരന്തത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് വിമർശനങ്ങളും ഉയരുന്നുണ്ട്.